ഹരേ കൃഷ്ണ. ഭാഗവത തത്വങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5-ാം ദിവസമാണ്, 5-ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഭാഗവത കഥകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകാം. ഭാഗവത തത്വങ്ങൾ ആദ്യമായിട്ടായിരിക്കാം. തത്വങ്ങൾ എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പരമസത്യം എന്നാണ്. പരമസത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത സത്യം. ഈ ലോകത്തിൽ പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിച്ചറിയുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ്. അതിനെയെല്ലാം റിലേറ്റീവ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അത് സത്യമായി നിലനിൽക്കാൻ പല സാഹചര്യങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി ഉണ്ട്. അതിനെയാണ് തത്വങ്ങൾ എന്ന് പറയുന്നത്. തത്വങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ഫിലോസഫി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ചിന്താഗതി. എവ്രിബഡി ഹാസ് ദിയർ ഓൺ ഫിലോസഫി ഫോർ ലിവിങ് എന്നും ചില വ്യക്തികൾ പറയും. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു ചിന്താഗതി അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ന്. അത് ഈ ഒരു തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു വാക്കിന് ഉപയോഗിക്കാൻ കഴിയില്ല. അവരുടെ സങ്കല്പങ്ങൾ, ചിന്താഗതി എന്നിൽ ഒതുക്കാനുള്ളതല്ല തത്വങ്ങൾ എന്ന് പറയുന്നത്, ഭാഗവത തത്വങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യമാണല്ലോ. അതേപോലെ ഇത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തി പറയുന്നത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം. പക്ഷെ ഇതൊരു വ്യക്തി പറയുന്നതല്ല. പരമ്പരാഗതമായിട്ട് ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ലഭിക്കുന്ന പരമോന്നതമായിട്ടുള്ള അറിവുകളാണ് ഈ തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചില വ്യക്തികളുടെ ചിന്താഗതി ഒരു വ്യക്തി പറയുന്നത് മറ്റൊരു വ്യക്തി പറയുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര. ആധികാരികമായ ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ എപ്പോൾ കേട്ട് കഴിഞ്ഞാലും അതിൻ്റെ അർത്ഥം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നമുക്ക് മുന്നോട്ട് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപ്രദാഗസ്വാമിനിതി നാമിനേ ആചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണി. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി വിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനേ ശിവാശവാനവീ ദേവി ദയതായി കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനി ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ബുദ്ധാഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി
गोपेश गोपिकान्ता राधाकान्ता नमोस्तुते। यदां सुरदो पङ्गोर्मम मन्दमतिर्गतिमत्सर्वस्य पादाम्बुजौ राधामन्वी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मोगं करोति वाचालं पङ्गुं रङ्गायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ഇടയ്ക്ക് ഇൻ്റർനെറ്റ് ഫ്ലക്ച്വേഷനായി. നമുക്ക് ചർച്ച തുടരാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ശ്രീമദ് ഭാഗവത്തിലെ ആദ്യത്തെ സ്കന്ധമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ശൗനകാദി ഋഷികൾ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഭാഗവതം എഴുതാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യാസമഹർഷി അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ വേദങ്ങളെ 4 വിഭജിക്കുകയും മറ്റു ഉപനിഷത്തുകളും പുരാണങ്ങളും അതൊക്കെ എഴുതുകയാണ്. അന്നേരം പൊതുവേ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളുടെ ഒരു സ്വഭാവമാണ് മറ്റ് ജീവാത്മാക്കളോട് കാരുണ്യം കാണിക്കുക എന്നത്, അല്ലേ? അപ്പോൾ നമ്മളും ഭഗവാന്റെ ഭക്തരാകുമ്പോൾ നമുക്ക് മറ്റ് ജീവാത്മാക്കളോട് കാരുണ്യം കാണിക്കണം. ആ കാരുണ്യം എന്ന് പറയുന്നത് പല രീതിയിലും പ്രകടമാകാൻ നമ്മുടെ ഈ ലോകത്തിൽ എങ്ങനെ വിശന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഭക്ഷണം നൽകുന്നതും അവർക്ക് വേണ്ടുന്ന അവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് സഹായം നൽകുന്നതും, അല്ലേ? അത് ഏത് രീതിയിലുമാകാം. മറ്റ് ജീവാത്മാക്കളെ സഹായിക്കുക എന്നത് ഒരു ഭക്തൻ്റെ ലക്ഷണമാണ്. ഒരു ഭക്തൻ ഭക്തിയിൽ പുരോഗമിക്കുമ്പോൾ മറ്റു ജീവാത്മാക്കളെ സഹായിക്കാൻ ഉള്ള ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ടായിരിക്കും. ആ മനസ്സില്ല എങ്കിൽ പിന്നെ ആ വ്യക്തിയെ നമുക്ക് ഭക്ത എന്ന് പറയാൻ കഴിയില്ല. കാരണം പരോപകാരം എന്ന് പറയുന്നത് ഒരു ആത്മീയ ഗുണമാണ്. സ്വാർത്ഥത എന്ന് പറയുന്നത് ഭൗതിക ഗുണമാണ്. ഞാനിത് സത്സംഗത്തിൽ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ, അല്ലേ? ആത്മാവ് ശരീരബോധത്തിൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ആത്മീയ അവബോധത്തിൽ പ്രവർത്തിക്കാം. ഇന്നലെ നമ്മൾ വളരെ വിശദമായിട്ടൊരു ഉദാഹരണം പഠിച്ചിരുന്നു. ആത്മാവിൻ്റെ തന്നെ ഒരു പ്രതിരൂപമാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിന് ജീവനില്ല, പക്ഷെ എന്നാലും ആത്മാവ് തന്നെ ആത്മാവിൻ്റെ ശത്രുവായിട്ട് മാറുകയും ആത്മാവ് തന്നെ ആത്മാവിൻ്റെ മിത്രമായിട്ട് മാറുകയാണ്. ഈ മനസ്സെന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്, ആത്മാവിൻ്റെ ഒരു പ്രതിരൂപമാണ്. പക്ഷെ ആത്മാവ് തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആത്മീയ അവബോധത്തിലിരിക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയ ഗുണങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും അത് പ്രകടമാകും. നമ്മുടെ ശരീരത്തിലൂടെ, സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ. പക്ഷെ നമ്മൾ കൂടുതലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ വ്യാപൃതനായിരിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഗുണങ്ങളായിരിക്കും നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ നിസ്വാർത്ഥരായിട്ടിരിക്കുന്നു, എത്രത്തോളം ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ നേരെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് ജീവജാലങ്ങളോട് കാരുണ്യം വർദ്ധിക്കും. പക്ഷെ എത്രത്തോളം നമ്മൾ ഭൗതിക അവബോധത്തിലിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് സ്വാർത്ഥതയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്ന് കുറച്ചും കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് വ്യാസമഹർഷിയെ പോലെ
ഇത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ഋഷികൾ അവരെന്താ ചെയ്യുന്നത്? അത് സാക്ഷാൽ ഭഗവാനും കൂടെയാണ് വ്യാസമഹർഷി, ഭഗവാന്റെ അവതാരമാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഭാഗവതം രചിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വേദങ്ങളും പുരാണങ്ങളും ഒക്കെ രചിച്ചിട്ടും അദ്ദേഹത്തിനൊരു സംതൃപ്തി ലഭിക്കുന്നില്ല. സംതൃപ്തി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥവും നമ്മൾ ഇന്നലെ പഠിച്ചു. ശാരീരിക സ്വാസ്ഥ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയെങ്കിലും, മനസ്സിന് ഒരു റിലാക്സേഷൻ, എൻ്റർടൈൻമെൻറ്റും കൊടുക്കാൻ പറ്റും നമുക്ക്. പക്ഷേ സംതൃപ്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ കയ്യിലായിരിക്കുന്നു. കണ്ടൻറ്റ്, നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പൂർണ്ണമായിട്ട് ഒരു തൃപ്തി ഏതൊരു കാര്യത്തിലും വരണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? അത് ആത്മീയ അനുഭൂതിയിലൂടെ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ആത്മീയ അവബോധം വേണം, അല്ലെങ്കിൽ നമുക്കൊരിക്കലും കഴിയില്ല. അപ്പോൾ ഇവിടെ വ്യാസമഹർഷിയും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് നിസ്വാർത്ഥമായിട്ട് കലിയുഗത്തിലുള്ള ഈ ജനങ്ങളെ, നമ്മളെല്ലാവരെയും ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹം വേദോപനിഷത്ത് പുരാണങ്ങളൊക്കെ രചിച്ചെങ്കിലും അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഒരു അപൂർണത അനുഭവപ്പെടുകയാണ്. ഈ അപൂർണത എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു? കാരണം ഭഗവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടത്തുന്നില്ല. നമ്മളെല്ലാവരും ഓർക്കുക, നമ്മൾ ആത്മാക്കൾ ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതമാണെങ്കിൽ, ഭഗവാൻ നമ്മുടെ പ്രവൃത്തിയിൽ തൃപ്തനാണെങ്കിൽ, നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ സംസാരത്തിലും തൃപ്തനാണെങ്കിൽ നമുക്കും തൃപ്തി ലഭിക്കും. ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെയല്ല നമ്മുടെ ജീവിത രീതി എങ്കിൽ എന്താകും? നമുക്കും തൃപ്തി വരത്തില്ല. കാരണം നമ്മൾ ഭഗവാന്റെ അംശമാണ്. നമ്മൾ അംശമായതുകൊണ്ട് ആരിൽ നിന്നാണോ ഈ അംശം വരുന്നത്, അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ഈ അംശം പ്രവർത്തിക്കണം. അതായത് ഈ ശരീരത്തിൻ്റെ ഒരു അംശമാണ് കൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായി. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കൈ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ കൈയിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കൈ ഉണ്ടെങ്കിലും, അല്ലേ? ചില സമയത്ത് നിർഭാഗ്യവശാൽ ചില വ്യക്തികളുടെ കൈ പ്രവർത്തിക്കുന്നില്ല, പാരലിസിസ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിലോ ഒക്കെ. അപ്പോൾ എന്താവുന്നു? ആ കൈ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ആ കൈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതേപോലെ നമ്മൾ ഭഗവാന്റെ അംശമാണ്. എന്നാൽ ഈ അംശത്തിൻ്റെ ലക്ഷ്യം എന്താ? ആരുടെ അംശമാണോ നമ്മൾ, ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ വ്യാസമഹർഷിക്ക് എന്തുകൊണ്ടാണ് അതൃപ്തി വരാൻ കാരണം? ഭഗവാൻ ആഗ്രഹിക്കുന്ന എന്തോ വ്യാസമഹർഷി ചെയ്തിട്ടില്ല. വ്യാസമഹർഷി ഭഗവാൻ സ്വയമാണ്. എന്നാലും അവിടെ ഭാഗവതം വരണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം എല്ലാം എഴുതി, പക്ഷെ ഭാഗവതം എഴുതിയിട്ടില്ല. അന്നേരം ഭഗവാൻ ആഗ്രഹിക്കുന്നു ഭാഗവതം എഴുതാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഭഗവാൻ തന്നെ ആണല്ലോ വ്യാസമഹർഷി. പിന്നെ അദ്ദേഹത്തിന് ഇത് അറിഞ്ഞുകൂടെ? അന്നേരം ഈ അതൃപ്തിയിലിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെയാണ് ലീല എന്ന് പറയുന്നത്. അന്നേരം സത്യം പറഞ്ഞാൽ ഭാഗവത തത്വങ്ങൾ വളരെ ഡീപ്പാണ്. ഒരു തത്വത്തിൽ നിന്ന് നമ്മൾ അടുത്ത തത്വത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വളരെ ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, വളരെ സിമ്പിളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ്? കാരണം ഈ തത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതായത് എങ്ങനെ? നിത്യേന ഈ ഭാഗവത തത്വങ്ങൾ കേട്ട് നമ്മുടെ ചിന്താഗതി അങ്ങനെയായി മാറും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ടെൻഷൻ വരത്തില്ല. പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാൻ ഒരു പ്രചോദനം ലഭിക്കും. പിന്നെ സർവോപരി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിസ്വാർത്ഥമായിട്ട് ആസക്തി ഇല്ലാതെ ചെയ്യാൻ കഴിയും. പിന്നെ നമ്മുടെ സ്വാർത്ഥ ജീവിതത്തിൽ നിന്നും മാറി നിസ്വാർത്ഥമായിട്ട് ഈ ലോകത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ജീവിതാന്ത്യ വേളയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഭഗവാന്റെ അടുത്ത് പോകാനും കഴിയും. ഭഗവാനായിട്ട് കൂടുതൽ അടുക്കാൻ കഴിയും നാമജപത്തിലൂടെ. അതിനൊക്കെ ഒരു പ്രചോദനം ലഭിക്കും, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. കാരണം കലിയുഗത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് ഭാഗവത രൂപത്തിലാണ്. ഭഗവത്തിലൂടെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. അതേ ഭാഗവത്തെ വിശദീകരിച്ച് പറയാൻ വേണ്ടി ഭഗവാൻ തന്നെയാണ്
ചൈതന്യ മഹാപ്രഭുവായിട്ടും വന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് കിടക്കാം. അപ്പോൾ വ്യാസമഹർഷി ഭഗവാനായിട്ടും എന്തുകൊണ്ട് ഈ അതൃപ്തി അനുഭവപ്പെടുന്നു? കാരണം ഭാഗവതം വരണം. അതുകൊണ്ട് ഭഗവാൻ ഒരു ലീല ചെയ്യുക. ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു നാടകം, ഭഗവാന്റെ ഒരു അഭിനയം. എന്തിനു വേണ്ടി? ഒരു നമുക്കെല്ലാവർക്കും കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണന് വെണ്ണ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷെ എന്നിട്ടും ഭഗവാൻ വെണ്ണ മോഷ്ടിക്കുന്നു. എന്തിനു വേണ്ടി? ഭഗവാൻ ഒരു ആനന്ദം ലഭിക്കാനും ഭക്തർക്ക് ഒരു ആനന്ദം ലഭിക്കാനും, അല്ലേ? അപ്പോൾ ഭഗവാന് ഗോപികമാരുമായിട്ടൊരു ബന്ധം ഇങ്ങനെ രഹസ്യമായിട്ട് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിലൂടെ ഗോപികമാർക്ക് ഒരു ആനന്ദം, ഭഗവാനും ഒരു ആനന്ദം. ഭഗവാന്റെ ആനന്ദത്തിന് ഭഗവാൻ ആരെയും ആശ്രയിക്കുന്നില്ല. ഈ ഗോപികമാരും ഈ പ്രപഞ്ചം എല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ രഹസ്യമായിട്ടുള്ള ഈ ബന്ധം നല്ലതാണോ? നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയല്ല. അവിഹിത ബന്ധങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ശരിയല്ല. പക്ഷെ അത് ഭഗവാൻ എന്തിനു വേണ്ടി ആ ഒരു ബന്ധത്തെ കൊണ്ടുവന്നു? കാരണം അത് ലീലയുടെ ഗോപികമാർ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറയും, എന്തൊക്കെ പറഞ്ഞാലും ഭഗവാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ ശരിയും തെറ്റിനും അപ്പുറത്താണ്. അതിൻ്റെയൊക്കെ പരിധിക്ക് അപ്പുറത്താണ്. ഭഗവാൻ എന്ത് ചെയ്താലും ശരിയാണ്. അത് ഭഗവാൻ ആയതുകൊണ്ട് മാത്രമല്ല, ലോജിക്കൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്. എന്തുകൊണ്ട് നമ്മൾ ദ്വന്ദ്ങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്നു? ശരിയും തെറ്റിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നു? നമ്മൾ ഈ ശരീരത്തിലായതുകൊണ്ടാണ്. ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്നത് തന്നെയാണ്. ഈ ശരീരത്തിനകത്ത് തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം ഇത് യാഥാർത്ഥ്യമല്ലല്ലോ. ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശരി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്നുള്ള മോചനമാണ്. ഭഗവാന്റെ ആധ്യാത്മിക ശരീരം നമ്മുടെ ശരീരം പോലെയല്ല, ഭൗതിക ശരീരമല്ല. നമ്മൾ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതെല്ലാം ശരീരബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരീരം എടുക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. എന്തുകൊണ്ട് ഏറ്റവും വലിയ തെറ്റാണ്? ഇത് സത്യമല്ലാത്തതുകൊണ്ട്. ഇത് മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷേ ഇത് ഒറിജിനൽ അല്ല. ഈ ശരീരം, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ, ഈ ലോകം, ഇതെല്ലാം തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും യാഥാർത്ഥ്യത്തെ മറന്ന് നമ്മളൊരു സാങ്കല്പിക ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജന്മങ്ങളിലും എല്ലാവരും ഈ ലോകത്തിൽ, ബ്രഹ്മദേവൻ മുതൽ നമ്മൾ താഴെ ഇരിക്കുന്ന ഏറ്റവും ചെറിയ ജീവജാലങ്ങൾ വരെ. എന്നാൽ ഈ സാങ്കല്പിക ജീവിതത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ടാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി ഭഗവാൻ പല പല ലീലകളും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാ ശരിയും തെറ്റിനും അപ്പുറത്ത്. ഈ ശരീരത്തിനകത്തിരിക്കുമ്പോഴാണ് ശരിയും തെറ്റും നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണ് എന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭഗവാനുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നത്, അതാണ് ശരി. ഞാൻ ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പെരുമാറുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഏത് പ്രവൃത്തി ആണ് എന്നെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നത്, അതിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലെങ്കിൽ എന്നിട്ടും ഇതൊന്നും ഓർക്കാതെ, ചിന്തിക്കാതെ ഞാൻ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ആത്മാവിൻ്റെ പ്രവണതയെ തടസ്സപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ഒരു വ്യക്തിയെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ തടയുക എന്നതാണ്, അല്ലേ? ഒരു മിണ്ടാപ്രാണിയാണെങ്കിലും, ഒരു മത്സ്യമാണെങ്കിൽ പോലും ആ മത്സ്യത്തിൻ്റെ ആ ഒരു സ്ഥലമായ കുളത്തിൽ നിന്നോ ജലസ്രോതസ്സിൽ നിന്നോ അതിനെ പുറത്തു മാറ്റി അതിനെ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ അത് അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ? അതേപോലെ ആത്മാവ് ഇരിക്കേണ്ടത്, ഇന്നലെ ഞാൻ പറഞ്ഞു, ആത്മീയ ലോകത്തിലാണ്. അന്നേരം അവിടെ ഇരിക്കുന്നതിന് പകരം നമ്മൾ ഭൗതികമായിട്ട് ഈ ലോകത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
നമ്മൾ നമ്മളെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹന എന്നൊരു വാക്ക് ഈശോപനിഷത്തിൽ വരുന്നുണ്ട്. ആത്മാവിനെ ഹനിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ ആത്മഹത്യ. അതായത് ആത്മാവ് ഇരിക്കേണ്ടടുത്ത് അല്ലെങ്കിൽ ആത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആത്മാവിനെ തടയുക എന്നത് തന്നെയാണ് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് മനസ്സിലാക്കുന്നു. അന്നേരം ആദ്യമായിട്ട് ഈ ഒരു സത്സംഗത്തിൽ വന്ന വ്യക്തികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നേരത്തെയുള്ള ഭാഗവത തത്വങ്ങൾ ക്ലാസ് കേൾക്കണം, എങ്കിലേ അതിൻ്റെ ആ ഫ്ലോ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ഡുവൽ നേച്ചർ വരുന്നത്. ഒരേ സമയത്ത് നമ്മൾ ആത്മാവുമാണ്, പക്ഷേ അതേ സമയത്ത് ആ ആത്മാവിൻ്റെ റിഫ്ലക്ഷനാണ് മനസ്സ്. ആത്മാവ് തന്നെയാണ് മനസ്സായിട്ട് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സ് ഒരു ജഡ വസ്തുവിനെ പോലെ തന്നെയാണ്, പക്ഷേ ആത്മാവ് തന്നെയാണ് മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ആത്മാവിനെ എതിരെയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ തന്നെ നമുക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിവേ, വളരെ ഡീപ്പ് സബ്ജക്ട്സ്, നമുക്ക് തുടരാം. അപ്പോൾ വ്യാസമഹർഷിക്ക് അതൃപ്തി വരുന്നതിൻ്റെ കാരണം ഭാഗവതം വരാൻ ഒരു കാരണം വേണം, ഭാഗവതം നമുക്ക് ലഭിക്കണം എന്നൊരു സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം അതൃപ്തിയിലിരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടെ വരുന്നത്. നാരദ മഹർഷി വ്യാസമഹർഷിയുടെ ഗുരുസ്ഥാനത്താണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, വ്യാസമഹർഷി ഭഗവാനാണ്. പക്ഷെ ഭഗവാൻ വരുമ്പോൾ പോലും, അതായത് ഭഗവാനായിട്ട് എന്ന് പറയാൻ കഴിയില്ല, ഭഗവാൻ വരുമ്പോൾ പോലും ഈ ലോകത്ത് ഭഗവാൻ ഒരു ഋഷിയായിട്ടോ അല്ലെങ്കിൽ ഏത് അവതാരമായിട്ടോ ഭഗവാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭഗവാൻ സ്വയം വരുമ്പോഴും എപ്പോഴും ഭഗവാൻ ഒരു ഗുരുവിനെ സ്വീകരിക്കും. അതായത് സാക്ഷാത് ഭഗവാൻ പോലും ഈ ലോകത്തിൽ വരുമ്പോൾ ഒരു ഗുരുവിനെ സ്വീകരിക്കും. എന്തുകൊണ്ട്? നമുക്കെല്ലാവർക്കും ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയാണ്. ഭഗവാൻ ഗുരുവിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, അന്നേരം നമ്മൾ ഒന്നുകിൽ ഭഗവാനാണെന്ന് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. കാരണം വ്യാസമഹർഷി ഭഗവാനാണെങ്കിലും നമ്മൾ അദ്ദേഹത്തെ കൂടുതലും ഗുരുസ്ഥാനത്താണ് കാണുന്നത്. ഭഗവാനാണെങ്കിലും നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ പ്രഥമ ഗുരുവായിട്ടും, കാരണം ഗുരു പൂർണിമ ദിവസം വ്യാസമഹർഷി അവതരിച്ച ആ ദിവസം ഗുരു പൂർണിമയായിട്ട് കാണും, ഗുരുവിൻ്റെ ദിവസമായിട്ടും അങ്ങനെയൊക്കെ. ഇനി ഗുരു എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഭൗതിക വിദ്യ പഠിപ്പിക്കുന്ന ആളും അതും ഗുരുവാണ്. പക്ഷേ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക വിദ്യ പഠിപ്പിക്കുന്നു. ഭക്തൻ ചോദിക്കുന്നു, ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ശരിക്കും ഈ ശരീരവും ആവശ്യമില്ലേ എന്നാണോ മനസ്സിലാക്കേണ്ടത് ഗുരുജി? വളരെ നല്ല ചോദ്യം. യഥാർത്ഥത്തിൽ ആത്മാവിന് ഒരു അറിവിൻ്റെ ആവശ്യമില്ല. ആത്മാവിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ, ആത്മാവിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സത്ത്, നാശമില്ല ആത്മാവിന്. ചിത്തം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ട്. ആനന്ദം എന്ന് പറഞ്ഞാൽ ആത്മാവിന് ദുഃഖം എന്ന് പറയുന്ന ഒരു അവസ്ഥയേ ഇല്ല. ഇതാണ് നമ്മുടെ യഥാർത്ഥ നേച്ചർ. അപ്പോൾ നമ്മൾ നമ്മളെ എത്രത്തോളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ സച്ചിദാനന്ദത്വം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ആവശ്യമില്ലേ? ശരീരം ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? അങ്ങനെ നിങ്ങൾ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കേണ്ടവരല്ല. പക്ഷെ ശരീരത്തിനകത്ത് പെട്ടുപോയി. ഈ ശരീരത്തിനകത്ത് ഈ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിഷം കൊണ്ട് തന്നെ ഒരു വിഷത്തെ ഇറക്കുന്നത് പോലെ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ, നമ്മുടെ ഈ ബന്ധനത്തിന് കാരണമായ ഇതേ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇത് ക്ലിയറായോ? അതായത് യഥാർത്ഥത്തിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ശ്വാസം എടുക്കേണ്ട പോലും ആവശ്യമില്ല, കാരണം നമ്മൾ ശരീരമല്ല, അതാണ് സത്യം. പക്ഷേ നമ്മൾ കാലാകാലമായിട്ട് പല പല ശരീരത്തിൻ്റെ ഉള്ളിലും ഇരുന്ന് നമുക്ക് ആ ഒരു രീതി, ആ ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എളുപ്പത്തിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മെല്ലെ മെല്ലെ
നമ്മൾ ആത്മീയമായിട്ട് ഉണരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് ക്ലിയറായോ പ്രഭുജി? കമൻസിലിടാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞ പോലെ, എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും ഈ സത്സംഗം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമൻസിലിടുക. അതിലൂടെ ഈ ഒരു സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ അടിയനെ സഹായിക്കും. അപ്പോൾ ഇവിടെ നാരദ മഹർഷി വരികയും, നാരദ മഹർഷി പരമാചാര്യനാണ്, നമ്മുടെ എല്ലാവരുടെയും ഗുരുസ്ഥാനത്താണ്. ദേവഋഷി, ദേവന്മാരുടെ ഇടയിൽ ഋഷിയാണ് അദ്ദേഹം ബ്രഹ്മദേവൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വചരിതമൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കും. നമുക്കറിയാം, എല്ലാവർക്കും നമുക്ക് ഭാഗവത കഥകൾ അറിയാം, പക്ഷെ അതിലൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതായത് നാരദ മഹർഷി ഭഗവാന്റെ ഒരു ഭക്തി, ശക്തി, ആവേശം ലഭിച്ച വ്യക്തിയാണ്. അതായത് നാരദ മഹർഷി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ഭഗവാന്റേതായ ഭക്തിശക്തിയെയും കൂടെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ആ ഭാഗവതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി. ഭാഗവത ധർമ്മത്തെ നമ്മൾ പഠിച്ചില്ലേ, ഭാഗവത വിധി. ആ വിധി പഠിപ്പിക്കാനായിട്ട് നാരദ മഹർഷിക്ക് ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു സേവനം നാരദ മഹർഷിക്ക് ഭഗവാൻ കൊടുത്തിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് നാരദ മഹർഷിയുടെ അവതാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് നമ്മൾ ശ്രീമദ് ഭാഗവത്തിൽ അവിടെ എന്ത് പറയുന്നേ, നാരദ മഹർഷിയും ഭഗവാന്റെ ഒരു അവതാരമാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ബ്രഹ്മദേവന്റെ മകനായിട്ട് വന്നുകൊണ്ട് ഭക്തി തത്വങ്ങളെ ഈ ലോകത്തിൽ പഠിപ്പിക്കുകയാണ് നാരദ മഹർഷി. ഓക്കെ, ഇപ്പോൾ വ്യാസ മഹർഷി എന്ന് പറയുന്നത് സ്വയം ഭഗവാനും, നാരദ മഹർഷി ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ്. അതായത് സ്വയം ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ആരാണ് അദ്ദേഹം ഒരു വ്യക്തിയാണ്. നമ്മളെങ്ങനെയാണ് ഒരു വ്യക്തി? ഇപ്പോൾ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അല്ലേ? പക്ഷെ ആ അകത്ത വ്യക്തിയല്ല നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ശരീരത്തിൻ്റെ രൂപം, ശരീരത്തിൻ്റെ പേര്, ശരീരത്തിൻ്റെ ഉപാധികൾ വെച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചുള്ള ഒരു നമ്മുടേതായിട്ടുള്ള തിരിച്ചറിവ് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ്. ശരീരത്തിൻ്റെ നിറം എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊക്കം എങ്ങനെയാണ്, രൂപം എങ്ങനെയാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മളൊരു വ്യക്തിയെ അറിയുന്നത്, അല്ലേ? പക്ഷെ ഞാൻ പറയുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തിലുള്ള വ്യക്തിത്വമാണ്. എന്നിട്ട് ആത്മീയ തലത്തിലുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ശരീരത്തിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ഞാനെന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഈ ലോകമായിട്ട് ഇടപെടുന്നതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു വ്യക്തി അകത്തിരിപ്പുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം, നമ്മുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി. അപ്പോൾ നാരദ മഹർഷി എന്ന് പറയുന്നത് ഒരു ജീവാത്മാവാണ്, പക്ഷേ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയ ഒരു ജീവാത്മാവ്. അന്നേരം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത്രയും നാളുകളായിട്ട് സത്സംഗം കേട്ട വ്യക്തികൾക്ക് ഇത് മനസ്സിലാവും. പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഈ ലോകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പരമാത്മാവ്, ആത്മാവ്, ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മതി. പരമാത്മാവ്, ആത്മാവ്. ഓക്കെ, പരമാത്മാവ് ഭഗവാൻ, ആത്മാവ് നമ്മളെല്ലാവരും. അതിനെ കുറച്ചും കൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ പല പല കാറ്റഗറീസ് ആക്കാം. വിഷ്ണു തത്വങ്ങൾ, ജീവതത്വങ്ങൾ. വിഷ്ണു തത്വങ്ങൾ,
ജീവതത്വങ്ങൾ. വിഷ്ണു തത്വങ്ങൾ ഏതാ? വിഷ്ണു തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കാറ്റഗറിയിൽ വരുന്ന വ്യക്തികളെയെല്ലാം. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഭഗവാനെയും ആത്മാവെന്ന് വിളിക്കാം. ഓക്കെ, ഞാനിപ്പോൾ പറയുന്നത് എന്താ, നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ഭഗവാനും ആത്മാവും നമ്മളും ആത്മാവ്, അങ്ങനെ തൽക്കാലത്തേക്ക് നമുക്ക് വിചാരിക്കാം. ഓക്കെ, കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി. ഉദാഹരണത്തിന് ആത്മാവ്, പരം ആത്മാവ്. പരം എന്ന വാക്ക് മാത്രമേ അവിടെ ആഡ് ആവുന്നുള്ളൂ. പക്ഷെ ആത്മാ എന്ന വാക്ക് കോമൺ ആണ്. നമ്മളും ആത്മാവ്, ഭഗവാനും ആത്മാവ്. പക്ഷെ ഭഗവാൻ ആരാ? പരമാത്മാവ്, വലിയ ആത്മാവാണ്. നമ്മൾ ചെറിയ അണു, ചെറിയ ആത്മാവാണ്. നമ്മൾ ചെറിയ ആത്മാവ്, അദ്ദേഹം വലിയ ആത്മാവ്. നമ്മൾ ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗം, അദ്ദേഹം പരബ്രഹ്മൻ. ഓക്കെ, ഇനി ഇത് നമുക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മളെല്ലാവരും ആത്മാക്കളാണ്, ഭഗവാനും നമ്മളും എല്ലാവരും. പക്ഷേ അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാ ആത്മാക്കളും വ്യത്യസ്ത ആത്മാക്കളാണ്. നമ്മളെല്ലാവരും വ്യത്യസ്ത ആത്മാക്കളാണ്. വ്യത്യസ്ത ആത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവിന് എൻ്റേതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്. നിങ്ങളുടെ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവിന്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്. ഇതേപോലെ ഭഗവാന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി കോമൺ അല്ല. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ശാസ്ത്രങ്ങൾ പഠിക്കുന്ന, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്ക് ചില വ്യക്തികൾക്കുണ്ട്. അവരങ്ങനെ വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ആത്മാക്കളാണ് എന്നതിൻ്റെ അർത്ഥം നമുക്ക് ആർക്കും സെപ്പറേറ്റ് വ്യക്തിത്വം ഇല്ല എന്നല്ല. ചില വ്യക്തികൾ പറയും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഏറ്റവും സിംപ്ലിഫൈഡ്, എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പൊതുവേ മനസ്സിലാക്കുക, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കുന്ന വ്യക്തികൾ ചില സമയത്ത് തെറ്റിദ്ധരിക്കാറുണ്ട് ഒരു ബ്രഹ്മൻ, ആ ഒരു ബ്രഹ്മത്തിൻ്റെ പല പല ഭാഗങ്ങളാണ് നമ്മളെല്ലാവരും എന്ന് ചില വ്യക്തികൾ വിചാരിക്കുന്നു. അതങ്ങനെയല്ലേ? ആണ്. പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. എങ്ങനെ? നമ്മൾ ഒരേ ബ്രഹ്മത്തിൻ്റെ പല പല ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരേ ആത്മാവിൻ്റെ പല പല ഭാഗങ്ങളായതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരേ ആത്മാവ് തന്നെയാണ്. അതായത് അവർ വിചാരിക്കുന്നത് എന്താ, ആത്മാവിന് നമുക്ക് തുണ്ടം ആക്കാൻ കഴിയില്ല, നമ്മളെല്ലാവരും ഒരേ ആൾ തന്നെയാണ്. അതായത് അവർ വിചാരിക്കുന്നത് എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവും നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവും, അതായത് നിങ്ങൾ, ഓക്കെ, എൻ്റെ അകത്തിരിക്കുന്ന ഞാൻ, ഈ ലോകത്തുള്ള ഓരോ വ്യക്തികളും, പിന്നെ ഭഗവാനും, നമ്മളെല്ലാവരും ഒരേ ആത്മാവ് തന്നെയാണ്, ഒരേ ഒരു ആത്മാവേ ഉള്ളെന്നാണ് അവർ വിചാരിക്കുന്നത്. വല്ലാത്തൊരു കൺഫ്യൂഷൻ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് മൊത്തത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അതായത് ഭഗവാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വേറെ ഇല്ല, ഞാനെന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. അതായത് ഞാനും ഇല്ല, നീയും ഇല്ല, ആരുമില്ല, എല്ലാം നമ്മുടെ തോന്നൽ മാത്രമാണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും തല പുകയാൻ തുടങ്ങിയല്ലേ? അന്നേരം ഇത് ഒരു വലിയൊരു ഡിബേറ്റ് വിഷയമാണ്. ഇനി ഞാൻ ഏത് പോയിന്റ് പറഞ്ഞാലും ഇങ്ങനെയുള്ള വ്യക്തികൾ അതിനായിട്ട് ഒരു പ്രതിവാദം കൊണ്ടുവരും. ഞാൻ ഇങ്ങനെ പറഞ്ഞാലും അതിന് വീണ്ടും ഒരു വാദം കൊണ്ടുവരും. കാരണം അവരങ്ങ് അടിയുറച്ച് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്ന്. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. കാരണം ഞാനും, നിങ്ങളും, ഭഗവാനും. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അർജുന, ഞാനില്ലാത്തതായിട്ടുള്ള ഒരു സമയം ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല. ഞാനില്ലാത്തതായിട്ടുള്ളൊരു സമയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാനുണ്ട്, ഇനി മുന്നോട്ടും എപ്പോഴും ഉണ്ടായിരിക്കും. ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി എന്നും ഉണ്ടായിരിക്കും. നീയും അർജുന ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടായിരിക്കും. ഈ രാജാക്കന്മാരും ഇപ്പോഴും ഉണ്ട്,
നേരത്തെ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? 3 കാറ്റഗറീസാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണ് 3 കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ? കാരണം ഒന്ന് ഭഗവാൻ, പിന്നെ നമ്മൾ ഓരോ വ്യക്തികൾ, ബാക്കിയുള്ള വ്യക്തികൾ. ഇതാണ് 3 കാറ്റഗറീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഈ ശരീരത്തിനകത്തുണ്ട്, പിന്നെ നിങ്ങളുണ്ട് അല്ലേ? നമ്മൾ ഓരോരോ വ്യക്തികളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അന്നേരം അത് അടുത്തൊരു കാറ്റഗറി അല്ലേ? പിന്നെ ഗ്രാമറിൽ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ? വ്യാകരണം പഠിക്കുമ്പോൾ ഞാൻ, എൻ്റേത്, ഇങ്ങനെ നമ്മൾ പഠിക്കും അല്ലേ? ഞാൻ, എൻ്റേത്, നിങ്ങൾ, നിങ്ങളുടേത് അല്ലേ? അദ്ദേഹം, അദ്ദേഹത്തിൻ്റേത്. അങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ പഠിക്കുന്നത്. വ്യാകരണത്തിൽ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ ഇത്, കാരണം അത് എപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ്. ഏതൊരു ഭാഷയുടെയും വ്യാകരണത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വ്യവഹാര ലോകത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നതെങ്കിലും ഞാൻ, നിങ്ങൾ, അദ്ദേഹം, അങ്ങനെ ഒരു കാറ്റഗറി എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു ഐഡന്റിറ്റിയാണത്. അതൊരിക്കലും മിക്സ് ആവത്തില്ല. ഇനി ഇതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ആധ്യാത്മികമായിട്ട് ഇങ്ങനെയുള്ള കോൺസെപ്റ്റിൽ അതായത് വ്യത്യാസങ്ങളില്ല, എല്ലാവരും ഒരേ ആൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ, അവർ പറയുന്നു ഈ വ്യക്തിത്വങ്ങളെല്ലാം നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന്. കാരണം എന്താ? ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ട്, ഈ ശരീരം വ്യത്യസ്തമായതുകൊണ്ട് എല്ലാവരും വ്യത്യസ്ത വ്യക്തികളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഹരേ കൃഷ്ണ, എന്താ പറയുക അല്ലേ? എന്നാലും ഇവിടെ അടുത്ത ഒരു കാര്യം പറയുന്നത്, പേഴ്സൺ ഹു ഈസ് സീയിങ് ആൻഡ് ദ സീൻ ഓബ്ജക്റ്റ്, അത് രണ്ടും മാറുന്നു. അതായത് കാണുന്ന വ്യക്തിയും കാണപ്പെടുന്ന വ്യക്തിയും ഇടയ്ക്ക് ആ മായ പോകുമ്പോൾ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് രണ്ടും ഒന്നായി മാറുന്നു. തല പോകാൻ തുടങ്ങിയല്ലേ? അതായത് അതിനവർ നൽകുന്ന ഉദാഹരണം, ഒരു ചട്ടി എടുത്തു കഴിഞ്ഞാൽ ചട്ടിക്കകത്തുള്ള വായു എന്നല്ല, ആകാശം എന്നാണ് പൊതുവെ പറയുന്നത്, പക്ഷെ എന്നാലും ഒരു സിംപ്ലിഫൈഡ് കോൺസെപ്റ്റ്. വായു, ചട്ടിക്കകത്തുള്ള വായു, പുറത്തുള്ള വായു. ചട്ടി പൊട്ടുമ്പോൾ വായു, അകത്ത് വായു, പുറത്ത് വായു, എല്ലാം ഒന്നായി. പക്ഷെ ഇതൊരിക്കലും യാഥാർത്ഥ്യമല്ല. ഇതല്ല ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്നെന്നും വ്യത്യസ്ത ആത്മാക്കളാണ്, ഒരേ സ്രോതസ്സിൽ നിന്ന് വരുന്ന വ്യക്തികൾ. ഇനി അടുത്ത ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന് രൂപമില്ല എന്നവർ വിചാരിക്കുന്നു. ഭഗവാന് രൂപം ഉണ്ടെങ്കിലും അത് നിർഗുണ നിരാകാര അവസ്ഥയിലിരിക്കുന്ന ആ ഈശ്വരൻ രൂപമെടുത്തുകൊണ്ട് നമ്മുടെ ഇടയിൽ വരികയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതും തെറ്റാണ്. കാരണം ഭഗവാന് എന്നെന്നും ശാശ്വതമായിട്ടുള്ളൊരു രൂപമുണ്ട്. ഭഗവാന് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഭഗവാനല്ല എന്നല്ലേ? ഇപ്പം ഭഗവാൻ ഒരു രൂപം ഇല്ല എന്ന് കരുതുകയാണെങ്കിൽ അത് ഭഗവാന്റെ ശക്തികളെ നമ്മൾ ചെറുതായി കാണുന്നതല്ലേ? ഭഗവാനൊരു രൂപമുണ്ട്. അദ്ദേഹത്തിന് രൂപം ഉണ്ടായതുകൊണ്ടാണ് നമുക്കും ഈ ഭൗതിക ലോകത്തിൽ ഉള്ളത്. ഇതിനകത്തിരിക്കുന്ന ആത്മാവിന് രൂപമുണ്ടായതുകൊണ്ട് തന്നെയാണ് ശരീരത്തിനും രൂപമുണ്ടാകുന്നത്. അതായത് ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന ഒരു വടവൃക്ഷമുണ്ട്. ആ വടവൃക്ഷത്തിൻ്റെ യഥാർത്ഥ രൂപം മുകളിലോട്ടാണ്. പക്ഷെ ഈ ലോകത്തിൽ അതിൻ്റെ പ്രതിരൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ലോകത്തിലുള്ള എല്ലാ വെറൈറ്റീസും അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ ആധ്യാത്മിക ലോകത്തിലാണ്. നമ്മൾ ഈ കാണുന്ന എല്ലാ ശരീരങ്ങളും രൂപങ്ങളും
വൃക്ഷലതാദികൾ എല്ലാം ഇതിൻ്റെ ഒറിജിനൽ അവസ്ഥയിൽ ഇൻ ദ ബെസ്റ്റ് ക്വാളിറ്റി ആധ്യാത്മിക ലോകത്താണ്. പക്ഷെ ഈ ലോകത്തിൽ ഇരിക്കുന്ന എല്ലാത്തിനും കാലത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കാരണം ഈ ലോകത്തുള്ള ഒരു വസ്തുവകകളും അതേപോലെ എന്നെന്നും നിലനിൽക്കത്തില്ല. ഇറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, മാറ്റം വന്നുകൊണ്ടേയിരിക്കും. കാലശക്തി അതിനെ ഇങ്ങനെ നിർബന്ധിപ്പിച്ച് പല ദിശയിലേക്കും കൊണ്ടുപോയി അത് രൂപങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്? അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നതാണ്. ഓക്കെ, അതായത് പൊതുവേ വ്യക്തികൾ എന്താ വിചാരിക്കുന്നത്? വേറൊന്നും ചെയ്യാനില്ലാത്തവർ വെറുതെ ടൈം പാസിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടിയാണ് നാമം ജപിച്ചും ഭക്തിമാർഗത്തിലും പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാനുള്ളത് ആത്മീയ കാര്യത്തിലാണ്, ഭൗതികമായിട്ടല്ല, ആധ്യാത്മികമായിട്ട്. ആലോചിച്ച് നോക്കൂ, ഈ ഭൗതിക കോൺസെപ്റ്റിൽ നിന്നും പുറത്തു വന്ന് ആധ്യാത്മിക കോൺസെപ്റ്റ് അന്വേഷിച്ച് തുടങ്ങി ആ അന്വേഷണത്തിൻ്റെ പരമോന്നത അവസ്ഥയിലേക്ക് എത്തണം. വളരെ സിമ്പിളായിട്ടുള്ള അടുത്തൊരു ഉദാഹരണം, ഒരു ജഡ്ജിന് കൂടുതൽ സാലറി ആയിരിക്കും. അപ്പോൾ ആ ജഡ്ജ് എന്താ ചെയ്യുന്നത്? ഒരു സാധാരണ വ്യക്തി നോക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, എന്നിട്ട് ആ ഒരു ഇങ്ങനെ അടിക്കുന്ന അത് വെച്ചിട്ട് ഇവരെ ഇതാക്കും, അവരെ എങ്ങോട്ട് കൊണ്ടുപോകും, ഈ ശിക്ഷ കൊടുക്കും, ആ ശിക്ഷ കൊടുക്കും. ഇതിന് ഇത്രയും ശമ്പളം, വെറുതെ കുത്തിയിരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? മറ്റുള്ളവരെ അത് ശരിയാണോ തെറ്റാണോ എങ്ങനെ? അന്നേരം നമുക്കറിഞ്ഞുകൂടാ ആ വ്യക്തി നിയമങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? നിയമങ്ങളെല്ലാം ഊണുറക്കവും കളഞ്ഞ് നന്നായി പഠിച്ച് അതിനെ എക്സാമിലൊക്കെ പാസ്സായി പിന്നെ അതിനുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടാണ് ഒരു ജഡ്ജ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ആ വ്യക്തി അവിടെ ഇരിക്കുന്നത്. വെറുതെ ഇരിക്കുകയല്ല. കാരണം എന്താ? ഒരു സാധാരണ ഒരു കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിയെ കാട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസാണ് ഓരോ വ്യക്തികളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതും അല്ലെങ്കിൽ മുന്നോട്ട് നിയമം ഉറപ്പാക്കുന്നതിനും വേണ്ടിയും എല്ലാവർക്കും സമാധാനത്തോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളെ നടപടിയിലാക്കുക എന്നതാണ് ജഡ്ജിൻ്റെ ഉത്തരവാദിത്വം. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് അല്ലേ? ഇതേപോലെ നമ്മൾ ആധ്യാത്മികമായിട്ട് സീരിയസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളെ നമ്മൾ ചിലപ്പം വിചാരിക്കും ദേ ആർ ഡൂയിങ് നത്തിങ്, ദേ ആർ ഹാർഡ്ലി ഡൂയിങ് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും അവർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ദേ ആർ വേസ്റ്റ് ഇൻ ദിസ് വേൾഡ് എന്ന് വിചാരിക്കും. പക്ഷേ ദേ ഹാവ് സോ മെനി തിങ്സ് ടു ഡു സ്പിരിച്വലി. ഇൻ ഫാക്ട് നോബഡി ഈസ് ഡൂയിങ് ഇൻ ദിസ് വേൾഡ് എനിത്തിങ് ലൈക്ക് ദം. അവരെ പോലെ ഈ ലോകത്തിൽ വേറെ ആരും വർക്ക് ചെയ്യാറില്ല. ബാക്കി ഈ ലോകത്തിലുള്ള എല്ലാവരും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അവർക്ക് വേണ്ടി അവരുടെ ശരീരത്തെ എല്ലാമായി കണ്ടുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. പക്ഷേ ഈ ആധ്യാത്മിക അവസ്ഥയിലിരിക്കുന്ന ആചാര്യന്മാരാണ് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതാണ് റിയാലിറ്റി. കണ്ണടച്ച് നമ്മൾ ഉറങ്ങി സ്വപ്നത്തിൽ എന്ത് ചെയ്താലും അത് യഥാർത്ഥത്തിൽ റിയാലിറ്റിയാണോ? അല്ലല്ലോ. സ്വപ്നം നമ്മൾ പലതും കണ്ടു കഴിഞ്ഞാലും നമ്മളതും നമ്മുടെ റിയാലിറ്റി ആയിട്ടൊന്നുമില്ല. ഉണർന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതല്ല ഇമ്പോർട്ടൻ്റ്. സത്യമല്ല? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻസിൽ പറയൂ. ഉറങ്ങി സ്വപ്നത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൽ ചിലപ്പോൾ നമ്മൾ രാജാവായിരിക്കാം, പോലീസുകാരനായിരിക്കാം, വലിയ പണക്കാരനായിരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടവനായിരിക്കാം, ആണായിരിക്കാം, പെണ്ണായിരിക്കാം. ഇതെല്ലാം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? നമ്മൾ അനുഭവിച്ചു, സ്വപ്നത്തിലൂടെ നമ്മളത് അനുഭവിച്ചു. കമൻസിലിടൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അന്നേരം നമ്മളതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും വി ആർ ഫാർ അവേ ഫ്രം റിയാലിറ്റി. നമ്മൾ കണ്ണു തുറന്നുകൊണ്ട് ഈ ലോകമായിട്ട് ഇടപെടുന്നതിനെയാണ് പരമാർത്ഥം സത്യം എന്ന് പറയുന്നത് അതല്ലേ? അതേപോലെ
നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ. ശരീരത്തിലൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതും നമ്മുടെ ജീവിതമായിട്ട് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു പക്ഷേ കമൻസ് എല്ലാവരും ഇടുന്നുണ്ടോ? ഒന്നും ഇവിടെ കാണുന്നില്ല. എനിക്ക് ചിലപ്പം കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത്, അടുത്തൊരു ഉദാഹരണം, നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിലാണ്ടുപോയി. നമുക്ക് മറ്റുള്ളവരുടെ സ്വപ്നത്തിലും കയറാൻ പറ്റുമെന്ന് വിചാരിക്കട്ടെ. ഒരേ സമയത്ത് 2-3 വ്യക്തികൾ കിടന്നുറങ്ങുകയാണ്. എല്ലാവരും അവരവരുടെ സ്വപ്നത്തിലേക്ക് കയറിയെന്ന് വിചാരിക്കട്ടെ. അതായത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്വപ്നത്തിലാണ്, മറ്റു വ്യക്തി അവരുടെ സ്വപ്നത്തിലാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ വ്യക്തി സ്വപ്നത്തിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. മറ്റു വ്യക്തികൾ, ആ വ്യക്തിയും ഈ വ്യക്തിയോടൊപ്പം ആ സ്വപ്നത്തിന്റെ ഒരു ഭാഗമായി എന്നിരിക്കട്ടെ. അതായത് സ്വപ്നത്തിൽ ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണെന്നിരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് അങ്ങനെയുള്ള ജീവിതം നയിക്കുകയാണ്, അവരുടെ കാര്യമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മൂന്നാമതൊരു വ്യക്തി ഒരു ബന്ധമില്ലാതെ മാറിയിരിക്കുന്നു. എന്നിട്ട് ഈ വ്യക്തി വിചാരിക്കുന്നു, ഈ വ്യക്തിക്ക് എന്തോ ഭ്രാന്താണ്, ഈ വ്യക്തി ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ 2 വ്യക്തികളും സ്വപ്നത്തിൽ മഗ്നരായി ഇത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നു. പക്ഷെ മൂന്നാമതൊരു വ്യക്തി ഇത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ക്ലിയർ ആയില്ലേ? ഇനി കമൻസ് എനിക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിയാലിറ്റി ഈസ് ദാറ്റ് നമ്മളെല്ലാവരും സ്വപ്നത്തിലാണ്. ആ സ്വപ്നത്തിൽ നിന്നും ഉണരുക, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് റിയാലിറ്റി. അതിലേക്ക് നമ്മളെ എത്തിക്കുക എന്നതാണ് ഈ പരമാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാസമഹർഷിയെ പോലുള്ള ഋഷിമാർ അതിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നൽകുന്നത്. അത് നമ്മൾ ഡീപ്ലി ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ എന്താ, വളരെ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കണം. ഹു ആം ഐ? ഞാൻ ആരാണ്? വേർ ആം ഐ കമ്മിങ് ഫ്രം? വേർ വുഡ് ഐ ഗോ ആഫ്റ്റർ ദിസ്? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ ജീവിതം എങ്ങോട്ടാണ്? ഞാൻ ഈ കാണുന്ന ഈ ലോകമാണോ ഇത് എല്ലാം? ഇതിനപ്പുറത്തൊരു റിയാലിറ്റി എന്താണ്? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത്. So this is the most important thing to do in our life. ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എവറിഥിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് സ്പിരിച്വൽ. സ്പിരിച്വൽ മീൻസ് റിലേറ്റഡ് ടു അവർ ഓൺ സെൽഫ്. ഇതെല്ലാം ആധ്യാത്മികമാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ആത്മാവുമായി ബന്ധപ്പെട്ട്, ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് വളരെ ലോജിക്കൽ അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇതെൻ്റേതായിട്ടുള്ള ഒരു ഇല്യൂഷനാണോ? അല്ല, ഒരിക്കലും അല്ല. ശരി, ഞാൻ മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിചാരിക്കാം ഇതൊരു ഇല്യൂഷനാണെന്ന്? ഇടയ്ക്ക് വെച്ച് ഏതോ ഒരു കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടി എന്തോ യോഗ അതൊക്കെ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പല ഇൻ്റർവ്യൂസിലും ഞാൻ ആരാണ്, നിങ്ങൾ ആരാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് പല ട്രോളുകൾ വന്നു അതിനെക്കുറിച്ച്. അത് ഈ നടിക്ക് വട്ടായോ? അന്നേരം ഇന്നത്തെ പൊതു സമൂഹത്തിൽ എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വ്യക്തികളുടെ ഉദാഹരണം നൽകിയതുപോലെ, 2 വ്യക്തികൾ സ്വപ്നലോകത്താണ്. മറ്റൊരു വ്യക്തി സ്വപ്നത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരു ഭ്രാന്തായിട്ട് ചിലപ്പോൾ ആൾക്കാർ കാണും, അല്ലേ? ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊക്കെ കരുതും. അന്നേരം ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം? നേരത്തെ പറഞ്ഞ 2 വ്യക്തികൾ, അടുത്തൊരു വ്യക്തി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു, 4മതൊരു വ്യക്തിയും കൂടെ നമുക്ക് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ഈ 4 വ്യക്തികൾക്കും തമ്മിലുള്ള സ്വപ്നത്തിൽ ആക്സസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അന്നേരം ആദ്യത്തെ 2 വ്യക്തികൾ
എന്തു പറഞ്ഞ ബന്ധുക്കളായി, ബന്ധങ്ങളായി അവരിങ്ങനെ ആ സ്വപ്നത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു വ്യക്തി അതിൽ നിന്ന് മാറിയിരിക്കുന്നു. നാലാമതൊരു വ്യക്തി സ്വപ്നത്തിൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭ്രാന്ത് പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് റിയൽ ലൈഫിൽ ആ വ്യക്തി ആരാണോ അത് സ്വപ്നത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കൊള്ളാം അല്ലേ? ഇറ്റ് മേക്സ് സെൻസ്. കാരണം എന്താ, ഒറിജിനലി എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വപ്നത്തിൽ. അത് നല്ല കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കരാട്ടെ, കുങ്ഫു ഒക്കെ പഠിക്കുന്ന വ്യക്തികൾ അവരുടെ ടീച്ചർ, മാസ്റ്റർ അവരോട് പറയും ഈ ഫൈറ്റ് ചെയ്യുന്ന പല പല അടവുകൾ അത് മനസ്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയും. കാരണം മനസ്സിൽ ധാരണ ക്ലിയർ ആയെങ്കിലേ അത് ശരീരത്തിലൂടെയും പുറത്തു വരും. അല്ല പുറമേ ശരീരത്തിൽ മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, അത് മനസ്സിൽ അത് വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യണം. ആ ഫൈറ്റിംഗ് അടവുകളൊക്കെ എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തതായിട്ട് സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താവും, അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്നേരം സ്വപ്നത്തിലാണ്, പക്ഷെ സ്വപ്നത്തിലും യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് കൊള്ളാം, അത് വളരെ എളുപ്പമാണ്. സ്വപ്നം കാണാതിരിക്കാൻ ആർക്കും പറ്റത്തില്ല, അതിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ സ്വപ്നത്തിലും യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും? വളരെ നന്നായിരിക്കത്തില്ലേ? അതേപോലെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആത്മീയ ലോകത്തിൽ ആത്മാവ് എന്താണോ ചെയ്യേണ്ടത് അത് ഭൗതിക ലോകത്തിൽ ഭൗതിക ശരീരത്തിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ആരാണോ അത് തന്നെ സ്വപ്നത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ നല്ലതല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. So why we are doing what we are doing? So that we can get out of what we should not be doing. നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്തു, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു? കാരണം എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടായിരുന്നു. പക്ഷെ പൊതുവെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഭ്രാന്താണെന്നല്ലോ അവർ അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഇത് ഞാൻ മാത്രമല്ല വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത്, നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം. കാരണം ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ ഉണരണം. നമ്മളിപ്പോൾ സ്വപ്നലോകത്താണ്. ഈ സ്വപ്ന ലോകത്തിൽ നിന്ന് ഉണർന്ന് അപരമ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദം, ഇറ്റ്സ് അമേസിങ്. നമ്മളിപ്പോൾ ശരീരത്തിനകത്ത് അബ്സോർബ്ഡ് ആയിട്ടിരിക്കുകയാണ്. അന്നേരം ശരീരത്തിൻ്റെ ലിമിറ്റേഷൻസ് നമ്മുടെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ പരിമിതികളും എൻ്റെ പരിമിതികളാണ്. എന്നെക്കൊണ്ട് ഇതേ പറ്റൂ. ബിക്കോസ് മൈ ബോഡി കനോട്ട് ഡു, ദാറ്റ് മീൻസ് ഐ കനോട്ട് ഡു. മൈ ബോഡി ഈസ് ലൈക്ക് ദിസ്, സോ ഐ എം ലൈക്ക് ദിസ്. ശരീരം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്. ശരീരം വൃദ്ധനായി, ഓൾഡ് ഏജ് ആയി, ഐ എം ഡിസീസ്ഡ്, എനിക്ക് ഈ രോഗമുണ്ട്, എനിക്കിതുണ്ട്, ഐ എം നോട്ട് സോ ബ്യൂട്ടിഫുൾ, ഐ എം നോട്ട് ഹാൻഡ്സം. ഇതെല്ലാം ഡെസിഗ്നേഷൻസ് ആണ് റിലേറ്റഡ് ടു ദ ബോഡി. ബട്ട് അമേസിങ് തിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. അതിനപ്പുറത്താണ് നമ്മുടെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ എന്തുമായിരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അമേസിങ്. വി ആർ അണ്ടർസ്റ്റാൻഡിങ് ഹൂ വി ആർ. We'll understand how beautiful we are, how powerful we are. Why? We are coming from a powerful source. ആ പരമോന്നതനായ ആ ഗുരുവായൂരപ്പൻ്റെ അംശമാണ് നമ്മൾ. ഹീ സോ ഹാൻഡ്സം, ഹീ സോ പവർഫുൾ. അദ്ദേഹം ഭയങ്കര ശക്തനാണ്, ഭയങ്കര സുന്ദരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ അംശമാണ്. അതിൻ്റെ ഭാഗികമായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലും കാണും. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് തന്നെ ഇവിടെ ഇരുന്ന് ചെയ്യുക. സ്വപ്നത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ, സ്വപ്നത്തിൽ പല പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, കണ്ണു തുറന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വപ്നമാണ്. അന്നേരം ഈ ഒരു ജീവിതത്തിൽ നമ്മൾ അത് ചെയ്ത് ആത്മീയ ലോകത്തിൽ ആത്മാവ് എന്ത് ചെയ്യണോ അത് തന്നെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ
ശരീരത്തിൽ നിന്ന് നമ്മൾ മുക്തരായിട്ട് മാറും. എന്നിട്ട് നമുക്ക് നമ്മുടെ യഥാർത്ഥ ആത്മീയ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ ഒരു യാത്രയിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആനന്ദം അനുഭവപ്പെടും, ഒരുപാട് സംതൃപ്തി അനുഭവപ്പെടും. നമുക്ക് മറ്റു ജീവജാലങ്ങളോടുള്ള കാരുണ്യം വർദ്ധിക്കും. ഇതെല്ലാം ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ചില സമയത്ത് ഭക്തരിൽ നിന്നും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഭക്തരല്ലാത്തവരൊക്കെ ചിലപ്പോൾ പറയും, ഇത്രയും ഭക്തിയൊക്കെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം, ഇങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെറിയൊരു സത്യം കൂടെ ഉണ്ട്. അവരിത് ചിന്തിക്കുക, ഒന്നും ഇല്ലാത്തടത്ത് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നല്ല ചിന്തിക്കുന്നത്. പൊതുവേ ആൾക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല എന്നായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ വ്യക്തിയെ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ വ്യക്തി അങ്ങനെ സംസാരിച്ച് അതൊന്നും ചിന്തിക്കാൻ ആ വ്യക്തിക്ക് താല്പര്യം കാണത്തില്ല. പക്ഷെ വാട്ട് എവർ ഇറ്റ് മേ ബി, പക്ഷേ ചില സമയത്ത് അതൊരു സത്യവും കൂടെയാണ്. കാരണം ആത്മീയമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ആത്മീയ ഗുണങ്ങൾ, ആത്മീയ പെരുമാറ്റങ്ങൾ അത് എക്സ്പെക്റ്റഡ് ആണ്. ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ അടിയനൊരു സന്യാസിയാണ്, അന്നേരം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ സന്യാസി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്ന് കുറേ കോൺസെപ്റ്റുകളുണ്ട്. അത് 100% അങ്ങനെ ആകണമെന്നില്ല, കാരണം നിങ്ങളുടേതായിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ബട്ട് സ്റ്റിൽ ഒരു ബേസിക് എക്സ്പെക്റ്റേഷൻസ് കാണും അല്ലേ? സംസാരത്തിൽ ഒരു എന്താ പറയുന്നത്, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലൊരു സംസാരം പാടില്ല, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, അതൊക്കെ ഒരു ബേസിക് എക്സ്പെക്റ്റ്. അന്നേരം അതേപോലെ ആത്മീയമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള സദ്ഗുണങ്ങൾ പുറത്തു വരണം. സദ്ഗുണങ്ങൾ വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പുരോഗമിക്കുന്നില്ല എന്നാണ്. സോ സ്പിരിച്വാലിറ്റി ഈസ് സച്ച് എ ഡീപ്പ് ഫാസിനേറ്റിംഗ് സയൻസ്. ഇറ്റ്സ് ദ മോസ്റ്റ് അഡ്വെഞ്ചറസ് ജേർണി. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ആത്മീയത എന്ന് പറയുന്നത്. നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ആത്മാവിൻ്റെ ഫീച്ചേഴ്സ്. അതായത് ഒരു നല്ല സുഗന്ധമുള്ള ഒരു പുഷ്പം ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗന്ധം എല്ലാ ദിശകളും, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമൊക്കെ ഇതെല്ലാം നാച്ചുറൽ സോഴ്സിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ. തീർച്ചയായിട്ടും കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇപ്പോഴാണ്. പക്ഷേ പണ്ടുകാലം മുതലേ യഥാർത്ഥത്തിൽ അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള പുഷ്പങ്ങളോ അതുമൊക്കെയാണ്. അതേപോലെ നല്ല സുഗന്ധമുള്ളൊരു പുഷ്പത്തെ ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗന്ധം എല്ലാ ദിശകളിലും അടിക്കും അല്ലേ? അതേപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ എത്രത്തോളം തിരിച്ചറിയുന്നോ അതിൻ്റെ ലക്ഷണങ്ങൾ, സൂര്യൻ്റെ രശ്മികൾ ലോകമെമ്പാടും വ്യാപിക്കുന്നത് പോലെ നമ്മൾ എവിടേക്ക് പോകുന്നു അതിനെയാണ് ഓറ എന്ന് പൊതുവെ ഇന്നത്തെ ആൾക്കാർ പറയുന്നത്. എന്താ ഒരു ഓറ, എന്താ ആ ഒരു പ്രസൻസ് എന്ന്. അത് പുറമേ ഉള്ള ലുക്കിലല്ല. നമ്മൾ തീർച്ചയായിട്ടും അതൊരു ഘടകമാണ്. ഉള്ളിൽ എന്താണോ അത് ശരീരത്തിലും കാണും. അത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ അത് ശരീരത്തിൻ്റെ മാത്രമല്ല, ആത്മാവിൻ്റെ ബോധം കൂടാണ്, ആത്മാവിൻ്റെ ചിന്താഗതി എന്ന് വേണമെങ്കിൽ പറയാം. ആ ആത്മാവിൻ്റെ തോട്ട് പാറ്റേൺ, അതാണ് ഒരു പവർഫുൾ ഓറയെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് മാത്രം. ഓക്കെ, അഫ്കോഴ്സ് അത് ഒരു പ്രോസസ്സാണ്. പക്ഷേ കണ്ണടച്ച് ധ്യാനിച്ചതിന് ശേഷം നമ്മൾ എല്ലാ തോന്നിവാസങ്ങളും ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എ പവർഫുൾ ഓറ. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ചിന്താഗതിയില്ല, വിഷമിപ്പിക്കുന്ന ചിന്താഗതിയല്ല, സ്വാർത്ഥ ചിന്താഗതിയില്ല. നിസ്വാർത്ഥമായിട്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ ഒരു പവർഫുൾ ഒരു വൈഭാഗത്ത് നിന്ന് പുറത്തു വരും. കാരണം അത് നമ്മുടെ ഒറിജിനൽ ക്വാളിറ്റിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഹരേ കൃഷ്ണ. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡിസ്കഷൻ. ഇപ്പോൾ 7:06 ഇനി നമുക്ക് നാളെ വീണ്ടും ഭാഗവത തത്വങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാം ഭഗവാൻ നിശ്ചയിക്കട്ടെ. എല്ലാം ഭഗവാന്റെ കാരുണ്യത്താൽ ഭാഗവത തത്വങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നു. നാളെ 6 മണിക്ക് ചർച്ച തുടരാം. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഭാഗവത തത്വങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് റിപ്ലൈ തരാത്തത് കമൻറ്റ്സ് കാണാൻ പറ്റുന്നു. കാരണം ഇടയ്ക്ക് ഇൻ്റർനെറ്റ് ഫ്ലക്ച്വേഷൻ ആകുമ്പോൾ പിന്നെ കമൻറ്റ്സ് ബ്ലോക്ക് ആവും. അതുകൊണ്ട് ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കുക.
നാളെ വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ.